ആദ്യം തന്നെ നമ്മുടെ 2 ചേട്ടന്മാരെ ഇൻവൈറ്റ് ചെയ്യാം. രമേശ് ചേട്ടാ, സലീമേട്ടാ, ഹായ്, സുഖല്ലേ? ഓക്കെ, അടിപൊളി. അതെ, ചേട്ടൻ ഇനി കൂടുതലൊന്നും പറയണ്ട. എവിടെ ട്രിപ്പ് പോകണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എടി ലോകമില്ലാത്ത നിന്നെ കൂടി വന്നാൽ ഞാൻ പെട്ടുപോകില്ലേ? എന്റെ വാ തുറന്ന് വിവരക്കേട് മാത്രം പറയണം. നിങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണോ? നല്ല കാര്യത്തിന് മുമ്പ് ദുശകനമാണല്ലോ. നിങ്ങൾ എവിടെ വല്ല പോവാൻ തീരുമാനിച്ചു പോകുന്ന പോലെ തോന്നിയില്ല കണ്ടപ്പോ? അല്ല, ഞങ്ങള് ഒരു ടൂർ പോവുക. കുറച്ചാളത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. ആണോ? അയ്യോ, കുറച്ചാളില്ലേ നിങ്ങളപ്പം? എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ? അതാണ് ഈ ടൂറിന്റെ പ്രത്യേകത. ഞങ്ങൾ ഈ ടൂർ പോകേണ്ട സ്ഥലം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ നേരെ എയർപോർട്ടിൽ ചെല്ലുന്നു. ആദ്യം സ്റ്റാർട്ടാക്കി ന്യൂട്രലാക്കി ഇട്ടേക്കുന്ന വിമാനത്തിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് തീരുമാനിക്കുന്നു. അല്ല, ഇതൊക്കെ നടക്കൂ? കൃഷ്ണനടി നടക്കാതിരിക്കാനാണല്ലോ ഫ്ലൈറ്റിന് പോകുന്നത്. സംസാരിച്ചിരുന്നാ മതിയോ? പോവാ. എവിടെ 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 പോകും? അല്ല, നമ്മള് ടൂർ പോവുകയല്ലേ. ആരും ടൂർ പോകണം? ഞങ്ങള് 3 പേരും ടൂർ പോകുന്നു. മാനേജർ ഇവിടെ നിന്നാ മതി. ഞാനില്ല. നിങ്ങളില്ല. ഞാനും ഭാര്യയും. ഇവളെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകില്ല. അത് നടക്കൂല. ഞാൻ പോണത് മേഡത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടി. അപ്പൊ സാറിന്റെ കാര്യം നോക്കാൻ ആള് വേണ്ടേ? എന്റെ പൊന്ന് പിഷാരേ, സലിമേട്ടാ, ഈ സാറിന്റെ കാര്യം അറിയാമോ? എന്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഒരു കൊയിൻ താഴ്ത്ത് വീണാ കുനിഞ്ഞെടുക്കൂല, ഞാൻ എടുത്തു കൊടുക്കണം. കുറഞ്ഞൊറിഞ്ഞാൽ ഞാൻ മാന്തി കൊടുക്കണം. രാവിലെ 10 പ്രാവശ്യം പല്ല് തേക്കാൻ പറഞ്ഞാലേ പല്ല് വെക്കുള്ളൂ. ഈ സാറ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പല്ല് തേക്കാതിരുന്ന അതിന്റെ നാണക്കേട് നമ്മൾ ഇന്ത്യക്കാർക്കല്ലേ? അതിന് മൗത്ത് ഉപയോഗിച്ചോളാം. മറ്റേ സഹായം വേണ്ട. എന്നാലും എന്നെ കൊണ്ടുപോകൂല. ഇല്ല, അതായത് ഞങ്ങൾ ടൂർ പോകുമ്പോ താൻ ഇവിടെ നിന്നാ മതി. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ പോയാൽ ഇത് എങ്ങനെ ശരിയാവും? ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ ബേബി മൂൺ പ്രമാണിച്ചിട്ട് കാശുള്ളതല്ലേ, 7 മഹാത്ഭുതങ്ങൾ കാണാനായിട്ട് കൊണ്ടുപോകും അല്ലേ? അതെ, 7 മഹാത്ഭുതം ഒക്കെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ ചേട്ടൻ എന്നെ കാണിച്ചു തന്നല്ലേ? ഞാൻ കാണിച്ചത് എവിടെ വെച്ചിട്ട്? ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് 7 എണ്ണം. 1 ചേട്ടന്റെ അമ്മ, എന്റെ അമ്മായിയമ്മ. 2 ചേട്ടന്റെ അച്ഛൻ, എന്റെ അമ്മായിയച്ഛൻ. പിന്നെ 2 പെങ്ങന്മാര്, അവരെ കെട്ടിയിരിക്കുന്ന 2 അളിയന്മാര്. പിന്നെ ആദ്യത്തെ അളിയനും പെങ്ങൾക്കും കൂടെ ഉണ്ടായ ഒരു കൊച്ചൈറ്റം. 7 എണ്ണം തികച്ച വീട്ടിലുണ്ട്. മേഡം, നമുക്ക് ചരിഞ്ഞ ഗോപുരം കാണാൻ പോയാലോ? ഓ ശരിയാ, ഈ പിസയിലെ ഗോപുരം കാണണമെന്ന് എനിക്കും ഉണ്ടാകും. അത് ഞാൻ ആലോചിക്കാത്ത വിഷയമൊന്നും അല്ല. ഞാൻ ആലോചിക്കാണ്ട് ഈ ചരിഞ്ഞ ഗോപുരം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കുറച്ച് ഫണ്ട് കൊടുത്തിട്ട് ഒന്ന് നേരെയാക്കി നിർത്തിയിട്ട് എന്റെ നിന്റെ ഫ്ലെക്സ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോരാ. എനിക്ക് മനസ്സിലായി. നമ്മളെ ഇവിടെ ജംഗ്ഷനിലൊക്കെ കാണുന്ന പോലെ MP-യുടെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കൊണ്ടുണ്ടാക്കിയ ബസ് സ്റ്റാൻഡ്, അതുപോലത്തെ സാധനല്ലേ? അത് നല്ലതാ ചേട്ടാ. അതെ, അങ്ങോട്ടൊന്നും പോകണ്ടിട്ട്. ആ രാജ്യത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അയ്യോ, തണുപ്പാണെങ്കിൽ എനിക്ക് പറ്റൂല. എനിക്ക് വലിവുള്ളതാ. എന്നാ പിന്നെ നമുക്കേ ഈജിപ്തിൽ പോയിട്ട് മമ്മീനെ കണ്ടാലോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ അമ്മനെ കാണാനും പറഞ്ഞ് ഇവിടുന്ന് പോയത്? ഇത് ആ മമ്മി അല്ല. മേഡം ഉദ്ദേശിച്ചത് അതല്ല. ഇങ്ങനെ ഇരിക്കണം പിരമിഡില്ലേ, ഇങ്ങനെ ചാരി വെച്ചേക്കണ പോലത്തെ. ചൂടാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ. എടി, അവിടെ പോയാ ഭയങ്കര തണുപ്പാണെന്നേ. ചേട്ടൻ പറയുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടാന്നേ. ഈ തണുപ്പത്തോട്ട് പോവാൻ ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? ചൂടുള്ള സ്ഥലത്ത് നിൽക്കാൻ എനിക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? തണുപ്പ് എനിക്ക് പറ്റൂല. ചൂട് എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞെന്താ മനസ്സിലാവട്ടെ? എനിക്ക് തണുപ്പത്ത് പോവാൻ പറ്റൂല. ചൂട് സഹിക്കാൻ എനിക്കും പറ്റത്തില്ല. പിന്നെ തണുപ്പത്തോട്ടല്ലേ പോണത്? എന്നാ പിന്നെ എങ്ങോട്ടും പോണ്ട. അതെ മോളു, വഴക്കിടല്ലേ, നമുക്ക് ടൂർ പോകാം. ആദ്യം ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ ഇരിക്കണല്ലേ, ഇത്ര ഒച്ച എടുത്തു കഴിഞ്ഞാൽ നീ ആദ്യം നിന്റെ വായന്ന് നടക്ക്. മോളെ, ആ പെട്ടിയൊക്കെ ഒന്ന് നടക്ക്, ആ വാതിലും നടക്കണേ. പോകാം. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ ഇന്നത്തെ ഒരു രസകരമായി പെർഫോം ചെയ്യാൻ എത്തുന്നു മുകേഷ്. പോലീസിലോ പട്ടാളത്തിലോ എങ്ങടായിരുന്നു നേരത്തെ? അല്ല, ഈ മീശ കണ്ടിട്ട് ഞാൻ ചോദിച്ചല്ലേ, നോക്കിയ വലിയ മീശയൊക്കെ പിടിച്ചു വന്നിട്ടെ. ഇതിനേക്കാളും വലിയ മീശ വീരപ്പനുണ്ടായിരുന്നു. പുള്ളി പോലീസിലോ പട്ടാളത്തിലായിരുന്നു, കള്ളനായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ മീശ കണ്ടാണ് ജോലി തീരുമാനിക്കണത്. മീശ കണ്ട് ഒരു ഡിഫൻസിലാണോ ജോലി? ഈ എക്സ് മിലിറ്ററിക്കാരൊക്കെ ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ വരവും അത് ഏതോ കാലത്ത് ഇങ്ങനെ ഈ സിനിമാക്കാരുണ്ടാക്കിയ ഒരു സാധനമാണ്. മനഃശാസ്ത്രത്തിന്റെ ബുൾഗാനും കണ്ണാടിയിൽ ഒരു വള്ളിയും ഇയാൾക്ക് മിലിറ്ററിക്കാരന് മീശ, അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നാടകങ്ങളിലുള്ള പക്ഷേ
എനിക്ക് നിന്റെ അത്രല്ല, ഇഷ്ടംപോലെ മീശ ഉണ്ടായിരുന്നു. മീശ ഇങ്ങനെ വളർന്ന് തൂങ്ങി 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 ഭാരമായി. അവസാനം ഞാൻ പഴനി പോയിട്ട് മീശ പഠിച്ചു. അതെയാ? അപ്പൊ പെർഫോമൻസ് അടിച്ച് പൊളിക്കത്തില്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. രമേശേട്ടാ, എന്റെ നാട്ടുകാർക്കും അതേപോലെ തന്നെ എന്റെ വീട്ടുകാർക്കുള്ള വലിയൊരു സംശയമാണ് ഈ രമേശേട്ടൻ നമ്മളെ ഫ്ലോറിൽ തമാശ പറയൂലേ പ്രോഗ്രാമില്, അതേപോലെ തന്നെ പ്രോഗ്രാമിന്റെ ഇടവേളയിലും തമാശ പറയലുണ്ടോന്ന് അവർക്ക് അറിയാനുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ട് അവരെ സംശയം തീർത്തു. ഞാൻ പറഞ്ഞു, രമേശ് പിഷാരടി സാർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി കൗണ്ടറിന്റെ ഒരു മഹാസാഗരാണ്. അതിപ്പോ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, ബക്കറ്റ് കൊണ്ട് കോരി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും. ഇനി അതൊന്നും വേണ്ട, 10ന്റെ മോട്ടർ വെച്ച് കൗണ്ടർ അടിച്ച് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും. ചുരുക്കത്തിൽ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ ഓഫ് കോമഡി കൗണ്ടർ രാജ വൺ ആൻഡ് ഓൺലി രമേശ് പിഷാരടി. പ്ലീസ് ക്ലാപ്പ്. കൈയടിക്കിൻ പെണ്ണുങ്ങളെ. രമേശേട്ടാ, ഒന്നും വിചാരിക്കണ്ട, എനക്കൊരു 5 പൈസ നിങ്ങൾ ഇന്ന് തരണ്ട. കാരണം എന്റെ ഇന്നത്തെ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സിനിമയുടെ കാര്യം തന്നെ എടുത്താല്, ഇപ്പൊ സിനിമയിൽ നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കായി കഴിഞ്ഞാല് സിനിമ ക്ലിക്കാവും, ബൂസ്റ്റ് ആവും, ചിലപ്പോ കോടി ക്ലബിൽ വരെ കയറിയെന്ന് വരും. നേരെ മറിച്ച് സ്വന്തം വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കെമിസ്ട്രി മാത്രം വർക്കായിട്ട് ബയോളജിയുടെ പ്രാക്ടിക്കൽ ഒറ്റ വർക്കായിട്ടിലേക്ക് ഉണ്ടല്ലോ, വീടും കത്തും നാടും കത്തും, ആ പഞ്ചായത്തിന്റെ മുക്കാഭാഗം കത്തും. ഒരുമാതിരി എണ്ണപ്പാടത്തിന് തീ പിടിച്ച മാതിരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മലയാള സിനിമയിലേക്ക് കയറണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ TV താരം എന്നുള്ള പേര് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ ഞാനൊരു ഓഡീഷന് പോയിട്ടാകുമ്പോ ഡയറക്ടർ സാർ പറഞ്ഞു, മുകേഷേ ഓക്കെയാന്ന്, ഫിഗർ ഓക്കെയാന്ന്, നീ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന എനിക്ക് അഭിനയിച്ച് കാണിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാർ, അതിന് നിങ്ങൊന്നിന് പഠിക്കുന്നു? കഞ്ചാവടിച്ച് മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന എന്റെ അടുത്തുണ്ട്, ആറ്റുനോറ്റുണ്ടായ മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന ഉണ്ട്, അങ്ങനെ ഒരു 6-7 ടൈപ്പ് അച്ഛന്റെ വേദന എന്റെ അടുത്തുണ്ട്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു, തൽക്കാലം നീ നിന്റെ അച്ഛനെ പറയിപ്പിക്കാണ്ട് വേഗം വണ്ടി വിട്ടുപോകുന്നു. ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണല്ലോ ബൂസ്റ്റപ്പ് എന്നുള്ള വാക്കെല്ലാം കേൾക്കല്. ബൂസ്റ്റ് യുവർ പോസ്റ്റ്. ബൂസ്റ്റ് ചെയ്യാത്ത പോസ്റ്റ് ഒരുമാതിരി പോലീസുകാരെ പിടിച്ച മണലിൽ ലോറി പോലെ ആയിരിക്കും. അത് പിന്നെ ജീവിതത്തിൽ പുറലോകം കാണില്ല. നേരെ മറിച്ച് ബൂസ്റ്റ് ചെയ്ത പോസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും മാർക്കറ്റിൽ നിരത്തി വെച്ച മീനുകളെ പോലെയാണ്. അത് പല ആൾക്കാരും വന്നിട്ട് നോക്കിയിട്ട് പോവും, ചിലവർ വാങ്ങിയിട്ടും പോവും, ചിലവർ കമന്റ് പറയും, ചിലവർ പറയും ആ മത്തീരെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അതിന്റെ മുഖത്തൊരു വാട്ടുണ്ട്, ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ. ഈ പറയുന്ന കേട്ടാ തോന്നും ഇവന്റെ ഇളയ മോളാണ് ഈ മത്തീന്ന്. ശരിക്കും പറഞ്ഞാല് ആള് കൂടിയെടുത്ത് ഒരു കാര്യം ചെയ്തിട്ട് ക്രെഡിറ്റ് മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തില്. അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞിരാമേട്ടൻ, ഈ കുഞ്ഞിരാമേട്ടൻ ഒരു ദിവസം ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ആടെ മൂപ്പർക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമില്ല. പെട്ടെന്നാണ് ഒരാള് സ്കൂട്ടി അപകടത്തിൽപ്പെട്ടിട്ട് അട വീണത്. ഈ കുഞ്ഞിരാമേട്ടൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പാഞ്ഞു പോയിട്ട് ഈ ഓഫാവാതെ വീണ് കിടക്കുന്ന സ്കൂട്ടി ഉണ്ടല്ലോ, അത് ആക്സിലേറ്റർ പിടിച്ചിട്ട് ഫുള്ള് റൈസിംഗിൽ അങ്ങോട്ട് പൊക്കിയെടുത്തതും എന്റെ പൊന്ന് സലീമേട്ടാ, കുതിരക്ക് പ്രാന്തളിയിട്ട് കൊള്ളിയാൻ പോകുന്ന പോലെ ഈ കുഞ്ഞിരാമേട്ടനെയും കൊണ്ട് സ്കൂട്ടി 2500 ആഴ്ചയിലെ കൊക്കയിലേക്ക് പോയി മറിഞ്ഞു. ഈ വീണ് പരിക്കേറ്റ ആളുണ്ടല്ലോ, അയാൾ സ്പോട്ടിന് വേറെ ഓട്ടർഷാക്കിന് സ്വന്തം വീട്ടിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് 2500 ആഴ്ചയിലെ കൊക്കയെന്ന് വള്ളി ട്രൗസർ റൂട്ടിൽ സ്കൂട്ടിയും പിടിച്ച് നിൽക്കുന്ന ഒരു അസ്ഥികൂടം കിട്ടി. അതാണ് നമ്മളെ കുഞ്ഞിരാമേട്ടൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാക്ക തേങ്ങാപ്പൂള് കൊത്തി പറന്നു പോകുന്ന പോലെ ഈ കുഞ്ഞിരാമേട്ടനെയും കൊണ്ട് സ്കൂട്ടി പറന്നു പോകുന്ന വീഡിയോ ഇല്ലേ, അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട ചെക്കന്മാർക്കല്ലേ ഇപ്പൊ എമ്മാതിരി ഫോളോവേഴ്സ്, ലക്ഷക്കണക്കിന് ആരാധകരും, അതേപോലെ തന്നെ കണക്കില്ലാണ്ടില്ല പൈസ വരുമാനം. പക്ഷെ പെട്ടുപോയത് കുഞ്ഞിരാമേട്ടന്റെ കുടുംബക്കാരാണ്. റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള സകലമാന രേഖയിലും മൂപ്പരെ തൊഴിൽ തിരുത്തേണ്ടി വന്നു. മുമ്പുണ്ടായത് കുഞ്ഞിരാമൻ കൂലിപ്പണി, ഇപ്പൊ തിരുത്തിയുണ്ടാക്കിയത് ലേറ്റ് കുഞ്ഞിരാമൻ ബൈക്ക് റൈസർ. കാരണം ഡിജിറ്റൽ തെളിവോളം വരൂലല്ലോ രമേശ് ചേട്ടാ വേറൊരു തെളിവും. അതേപോലെ തന്നെ ചിലയാൾക്ക് ഈ ജ്യോത്സ്യന്മാരെ പരിഹാര ബൂസ്റ്റപ്പില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. എന്റെ ഒരു സുഹൃത്തിന്റെ അനിയത്തി സാവിത്രി റീൽസ് എല്ലാം അത്യാവശ്യം ചെയ്യലുണ്ട്. അപ്പോ ഈ പെണ്ണിന് റീച്ച് കിട്ടാഞ്ഞിട്ട് നേരെ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് അവൻ പറഞ്ഞു, സാവിത്രി നാമധേയം, ഇപ്പോ നിങ്ങളെ ചെയ്യുന്ന റീൽസിൽ വരുണന്റെ സാന്നിധ്യം വേണം, ജലത്തിന്റെ സാന്നിധ്യം വേണം. അങ്ങനെ വീട്ടിൽ വന്നിട്ട്
മുറ്റത്ത് നിന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് മഴക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. പിന്നെ മഴ വന്നു, കൂട്ടത്തിൽ ഇടി വന്നു, കൂട്ടത്തിൽ ഇടിയും മിന്നലും കൂടി ഒന്നിച്ചു വന്നു. ഇത് കഴിഞ്ഞപ്പാട് ആകപ്പാടെ കുടുംബത്തിന് ബാക്കി കിട്ടിയത് 250 ഗ്രാം ചാരവും പപ്പടം പാറ്റിയ ഫിഗറിൽ ഒരു മൊബൈലും. ബാക്കെല്ലാം മഴവെള്ളത്തിൽ ഒളിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ആര്യെ നോക്കിക്കോ, യൂട്യൂബിൽ തണ്ടർസാവിത്രി എന്നുള്ള വീഡിയോ അടിച്ചു നോക്കിയോ, ആ വീഡിയോ വൈറലാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ബൂസ്റ്റർ മാർക്കിൽ ഒരു അവാർഡ് നമ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണ ബ്രോക്കർമാർക്ക് കൊടുക്കണം. എത്ര സത്യസന്ധമായിട്ടാണ് അവര് കള്ളങ്ങൾ ബൂസ്റ്റ് ചെയ്ത് പറയുന്നല്ലേ. ഇപ്പൊ ഒരു ചെക്കനെ കുറിച്ചിട്ട് പറയുമ്പോ പറയും, ചെക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ചെക്കനാണ്. ഓൻ ആകപ്പാടെ തിരിച്ചറിയുന്ന 3 പെണ്ണുങ്ങൾ, 4 പെണ്ണുങ്ങളല്ല കേട്ടോ, 4 പെണ്ണുങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ആണല്ലോ. 3 പെണ്ണുങ്ങളിൽ 1 പെണ്ണുങ്ങള് അമ്മ, 2 എണ്ണം എന്റെ പെങ്ങന്മാർ. ഇനി ഫേസ്ബുക്കിൽ എങ്ങാനും മാറിയിട്ട് ഒരു പെണ്ണിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാലോ, അപ്പൊ തന്നെ പോയി സെർച്ച് ചെയ്തിട്ട് അത് സ്വന്തം പെങ്ങന്മാരതാണോ നോക്കിയിട്ട് മാത്രമേ ഓൻ സ്വീകരിക്കും. സ്വർണം വരെ 916 ഇവൻ 1000 പെണ്ണിനെ കുറിച്ച് പറയുമ്പോ പറയും, എന്റെ ബ്രോക്കർ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പെണ്ണിന. ചക്കന്മാറെ മുഖത്ത് നോക്കൂലെന്ന് മാത്രല്ല, സ്വന്തം വീട്ടിലെ കണ്ണാടിയിൽ ഓളം മുഖം തന്നെ ഓൾ നോക്കൂല. അത്രയും ഡീസന്റ് എന്ന് പറയും. എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ ബേബി സാറേ, പരസ്പരം മുഖം നോക്കാത്ത ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭാവിയിൽ അവര് പൂമ്പാറ്റ കൃഷിയോ വണ്ട് കൃഷിയോ തുടങ്ങേണ്ടി വരും. എന്താ പരാഗണം നടക്കണ്ടേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ ഭാര്യയും ഞാനും തമ്മില് കെമിസ്ട്രിയിൽ നല്ല കെമിസ്ട്രി ഇല്ലെങ്കിലും ബയോളജിയിൽ ഭയങ്കര കെമിസ്ട്രിയാണ്. ഞാൻ വീട്ടില് ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം വെക്ക്. ഞാൻ പറഞ്ഞു, ചൂടുവെള്ള നീയാ എന്നോടോ എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരുമാതിരി മീൻവണ്ടിയിലെ ട്യൂബ്ലെസ് ടയർ പൊട്ടിത്തകരുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടിന്. വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഓർമ്മ വരുന്ന സമയത്ത് എന്റെ പല്ല് സെറ്റ് പല്ലാണ്. അത്രയേ ഉള്ളൂ. ഈ ഒരു പ്രശ്നത്തിന് ശേഷം എന്റെ പൊന്ന് രമേശ് ചേട്ടാ, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് റെഡ് അലേർട്ടിലും പ്രശ്നം തീർന്നിട്ട, ഓറഞ്ചിലും തീർന്നിട്ട, വിബ്ജിയോർ അലേർട്ട് പ്രഖ്യാപിച്ചു. കാരണം അതിലാകുമ്പോ എല്ലാ കളറും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു രാഷ്ട്രീയക്കാരന്റെ കുതന്ത്രം. താങ്ക് യു. മുകേഷ് ചേട്ടോ, എന്തോ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാലോ? തീർച്ചയായിട്ടും. പിഷാരടി ചേട്ടാ, മുകേഷ് എനിക്ക് മുകേഷ് അങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നവരും. മുകേഷ് തണ്ടർ സാവിത്രി, ബൈക്കിന് പറന്ന കുഴിയിലോട്ട് പോയ ആള്, ഇങ്ങനെ ചില പേരുകളും കഥകളും അനുഭവങ്ങളും ഒക്കെ രസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങള് നേരത്തെ തുടക്കത്തിൽ മീശയെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞല്ലോ. മുകേഷിന് മീശ വെച്ചിട്ടും നിഷ്കളങ്കനാണ്. ആ സത്യം, മീശ വെച്ച ഒരു നിഷ്കളങ്കൻ. അതായത് പണ്ട് സ്കൂളിൽ പ്രച്ഛന്ന വേഷത്തിന് ഗുണ്ടയുടെ വേഷം കെട്ടി വരുന്ന പിള്ളേരില്ലേ, അങ്ങനെ വന്നൊരു കുട്ടിയെ നമ്മൾ ലഞ്ചിൽ കൂടെ നോക്കിയാൽ വലിപ്പം വരികയല്ലേ, അതുപോലൊരു മുഖം. എന്നിട്ട് കുറെ വടക്കൻ കേരളത്തിലെ കുറെ തരത്തിലുള്ള ഒരു ഭാഷയും സംസാരവും ശൈലിയും അതിഗംഭീരമായി പ്രകടനം. സൂപ്പറായി കേട്ടോ മുകേഷ്, ഗംഭീരമായി. മുകേഷേ, ചേട്ടാ, ഈ കൊമ്പമീശ ഒരിക്കലും കോമഡിയന്മാർക്ക് ചേർന്നതല്ല. പക്ഷെ എന്നാലും എന്നെ കൊമ്പമീശ വെച്ച് ചിരിപ്പിച്ചത് ഒരു സിനിമാറിനുണ്ട്. പിന്നെ 2ാമത്തെ ആളാണ് മുകേഷ്. ആ സിനിമാറിന്റെ പേരെന്താന്ന് അറിയാമോ? ഒറിജിനലായിട്ട് കൊമ്പമീശുള്ള പോളേട്ടൻ, CI പോൾ. ശരിയാ, പുള്ളിയുടെ കൊമ്പമീശ. അത് അവർ സമ്മതിക്കണം. ഈ കൊമ്പമീശയും വെച്ചിട്ട് ഈ കോമഡിയൊക്കെ പറഞ്ഞേൽപ്പിക്കാവുന്ന ചില്ലറ കാര്യമല്ല അത്. അപ്പൊ നന്നായിരുന്നു. കാരണം ഈ ഉള്ളിലൊരു കാതലുമില്ല, പക്ഷെ അവതരണം അസാധ്യമായിരുന്നു. ഉഗ്രനായി, അടിപൊളി. താങ്ക് യു സർ, താങ്ക് യു. ഒരു സ്ഥലത്തോലും മുറിഞ്ഞില്ല, നല്ല ഫ്ലോയിൽ ഇങ്ങോട്ട് പോന്നു. നല്ല തമാശ ഉണ്ടായിരുന്നു. എത്തിപ്പിടിച്ച് കുറെ നല്ല കാര്യങ്ങൾ കോമഡിയിലൂടെ പറഞ്ഞു. വളരെ നന്നായിരുന്നു. മുകേഷ് ചേട്ടാ, താങ്ക് യു. ഇറങ്ങി സമയം പോയി. സൂക്ഷിച്ചിറങ്ങണേ. ആ രമേശ് ചേട്ടാ, ഞങ്ങള് ഇറങ്ങാട്ടോ. 4:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇന്ന്. ആ പൈലറ്റ് നമ്മുടെ പരിചയക്കാരനാ, അതുകൊണ്ട് ഒരു 3 സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിയാ കറക്റ്റ് ആയിരിക്കും. വീടിന്റെ താക്കോല് നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. സാർ ഈ വീട് ധൈര്യമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോക്കോ. തിരിച്ചു വരുന്നവരെ നന്നായിട്ട് നോക്കിക്കോളാം. ഇനി തിരിച്ചു വന്നില്ലെങ്കിലും ഈ വീട് ഞാൻ നോക്കിക്കോളാം. ഹലോ, ആ അയ്യോ ആണോ?
ശരി 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 ഓക്കെ ഓക്കെ. അതെ എനിക്ക് അത്യാവശ്യം ഒരു പോണം. ആ 6 മാസം മുമ്പ് മരത്തേന്ന് വീണ അമ്മാവനെ കുളിമുറിയിൽ തെന്നി വീണ് മരിച്ചു. 6 മാസം മുമ്പ് മരത്തുനിന്ന് വേണ്ടിട്ട് പുള്ളിക്കൊന്നും പറ്റിയില്ലല്ലോ, ഭാഗ്യം. പോട്ടെ. ഇപ്പൊ അമ്മാവന്റെ അടുത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ. അമ്മാവനോട് അന്വേഷണം പറഞ്ഞേക്ക്. പറഞ്ഞു നോക്കാം. പുള്ളിക്ക് ചെവി ഇച്ചിരി പതുക്കണേ. വിശാലേ, എന്തോ നമ്മള് ഇറങ്ങുവാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ എന്റെയോ ആര്യയുടെയോ മൊബൈലിലേക്ക് ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. ഇവിടെ ഇരിക്കാണ്ട് എന്തെങ്കിലും നല്ല പണിക്കോയി തിന്നാൻ നോക്കും. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആ പാസ്പോർട്ടൊക്കെ ചേട്ടനാ എപ്പോഴും എടുക്കണേ. ഞാനാ? ഞാൻ പാസ്പോർട്ട് എടുത്തില്ല. പാസ്പോർട്ട് പിന്നെ ആരെടുത്ത്? പാസ്പോർട്ട് നീ എടുത്തിട്ടില്ലേ? എന്റെ ചേട്ടാ എല്ലായിടത്തും പോകുമ്പോ ചേട്ടനല്ലേ പാസ്പോർട്ടൊക്കെ എടുക്കണേ? ഇപ്പൊ അവരങ്ങോട്ട് പോവുകയും ചെയ്തല്ല. നിന്റെ കയ്യിലുണ്ടോ? പാസ്പോർട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ല. വെറുതെ ഞങ്ങൾ ടൂറിന് പറഞ്ഞ് ഇറങ്ങിയേക്കണാണ്. ഇനി അതിനകത്തെങ്ങാനും വെച്ചോ. അയ്യോ, കൂട്ടിയല്ലോ ചേട്ടാ. ഫോണിൽ കിട്ടുന്നില്ലല്ലോ. ഫോണിൽ കിട്ടുന്നില്ല. വിളിക്കുക, അങ്ങനെ പറഞ്ഞെങ്കിൽ ശരിയാവും. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു ചേട്ടാ. ഞാൻ അവിടെ ആ ജംഗ്ഷൻ പോലും എത്തി കാണത്തില്ല. വിളിക്ക്. ഹലോ. ആ ഹലോ. ഏയ് ഇല്ലേ ചേട്ടാ? ഹലോ ഒച്ചത്തി പറയാത്തോണ്ട് ഒന്നും കൂടെ വിളിച്ചിട്ട് ഒന്നും കൂടെ ചോദിക്കും ചേട്ടാ. ഹലോ പറ. ടൂർ എന്ന് പറഞ്ഞ കെട്ടിറങ്ങി ഇറങ്ങിയേക്കലാണ് ഞങ്ങളുടെ കൂടെ വെട്ടിമായിട്ട്. എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ ഒന്നും വിളിച്ചു നോക്ക. അയാളെ ഒന്നും വിളിക്ക. അയാൾ ഈ ജംഗ്ഷൻ പോലും എത്തിക്കാണല്ലോ. ഒന്ന് വിളിക്കേ. വിളിക്കട്ടെ വിളിക്കട്ടെ. ആ ടെൻഷൻ അടിക്കല്ലോ ഇവിടെ. ടെൻഷൻ അടിക്കില്ലേന്ന് പറഞ്ഞാ കഷ്ടമാണ്. ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി നിക്കോ? ഇല്ലല്ലോ, അത് എന്റെ പാട്ടിന് പോകത്തില്ലേ? അല്ല പുള്ളി ഇപ്പൊ അങ്ങ് പോയല്ലോ. ഇത്രയും പെട്ടെന്ന് പുള്ളിയുടെ ഫോൺ ചേട്ടാ ഒന്ന് വിളിച്ചു. അത് ബിസി ആണോ, കോള് കണക്ട് ചേട്ടാ ഇപ്പൊ ആവാത്തതാണോ? പറയണ ബിസി ആണോ, കണക്ട് ആവാത്തതാണോ? ചേട്ടൻ ആ ആപ്പിലേലും ഒന്ന് വിളിച്ചു നോക്ക് ചേട്ടാ. മാത്രമേ കേൾക്കുള്ളൂ. എന്റെ പൊന്നെ, ടൂട്ടു ടൂട്ടു പുള്ളിയുടെ റിംഗ് ടോൺ ആണെങ്കിലോ? ഇല്ലില്ല. ചേട്ടാ ടൂട്ടു ടൂട്ടു എന്ന് ഹലോ പറഞ്ഞു. ഹലോ ആ ഹലോ. ഹലോ ഇല്ലേ കിട്ടുന്നില്ലെന്നേ. ചേട്ടാ ഒന്നും കൂടെ ഒന്ന് ലാസ്റ്റ് ആയിട്ട് try ഏയ്, ചെയ്ത് നോക്ക് നോക്കേണ്ട ചേട്ടാ. കാര്യമില്ല. എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണത്? എന്ത്? ഒന്ന് നോക്കണ്ട. രാവിലെ ഒട്ടി വിളിക്കാം. ഈശ്വരാ, ഇത്രയും വിലയുള്ള വാതിൽ എന്റെ പൊന്നു ചേട്ടാ. എടി ഫ്ലൈറ്റ് പോടി. പിടിച്ച പതുക്കെ പതുക്കെ പതുക്കെ. പോയി പോയി പോയി. എടുത്തോ, പാസ്പോർട്ട് എടുത്തോ. അതെ സാറേ, സാറേ എന്നെ വിളിച്ചായിരുന്നു. എന്താ വേറെ കൊള്ളായിരുന്നേ? എന്നാണല്ല. എന്താ സാറേ? 1 മിനിറ്റ് മുമ്പ് വന്നു വെച്ചെങ്കിൽ 10-30 ലക്ഷം രൂപയുടെ വാതിലേ തല്ലി വിളിക്കുമായിരുന്ന. അതിന്റെ ഉള്ളിൽ പാസ്പോർട്ട് വിട്ടുപോയി. അതെ ഇപ്പൊ എടുത്താ? ഞാൻ എടുത്തു തരാം പാസ്പോർട്ട്. അല്ല എടുത്ത് എനിക്കൊരു മറവി പറ്റിയതാ. പാസ്പോർട്ട് എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. നോയിക്കോണേ കേട്ടാ. പോയിട്ട് വരാം കേട്ടോ. ഒരു സെക്കൻഡ്. ഹലോ. ആണോ ആണോ? ചേട്ടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ചേട്ടാ എന്താ പറ്റിയേ? ഫ്ലൈറ്റ് പോയി. ഫ്ലൈറ്റ് പോയോ? പിന്നല്ലേ. അവനൊന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞൂടായിരുന്നോ ചേട്ടാ? പറഞ്ഞുകൂടായിരുന്നാ? അവരിങ്ങോട്ട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇവനെ വിളിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? നീ കാരണം ഉണ്ടല്ലോ 30 ലക്ഷം രൂപയുടെ വാതിലും പോയി, 5 ലക്ഷം രൂപ എനിക്ക് ടിക്കറ്റിനും പോയി. ഫ്ലൈറ്റും പോയി, ടൂറും പോയി. ബേബി സാറേ, ഈ അവസരത്തിൽ നമുക്കൊരു കോമഡി കേട്ടാലോ? എന്തായാലും കാണിക്ക്. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു സ്നേഹേഷ്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഓ ഹായ്. രവി സാറേ, മാഡം ഹായ്. ഹായ്. ഓ സ്നേഹേഷ്, നല്ല പേരല്ലേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കും ഇങ്ങനെ ഒരു പേര്. സ്നേഹേഷ് എന്ന് പറഞ്ഞത് നമുക്കൊരു ഒരു ആൽബം ആണ്. അവൻ കുറെ പ്രണയഗാനങ്ങളുടെ ഒരു ആൽബം ആണ്. അതിന് എന്റെ പൊന്നെ, അവന് കുറെ പ്രണയഗാനങ്ങളുടെ ആൽബം എന്ന് പറഞ്ഞപ്പോ ആണോന്ന്. അയ്യോ, ഞാൻ വിചാരിച്ച എന്താന്നോ അങ്ങനത്തെ കുറെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. സ്നേഹേഷ് അതല്ലേ പറഞ്ഞതല്ലേ? സ്നേഹേഷേ, നല്ല ബനിയൻ. സൂപ്പർ ആയിട്ടുണ്ട്. തിളങ്ങി നിക്കല്ലേ? തിളങ്ങുന്നുണ്ടോന്നോ? നമ്മള് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാച്ചിൽ നോക്കുമ്പോ സമയം കാണൂല. അതിന്റെ പേര് റേഡിയം. അതുപോലത്തെ സാധനമുള്ള ബനിയനാണ്. ഈ തിളക്കത്തിന്റെ കാര്യത്തില് ഞാൻ ചില കാര്യങ്ങളില് ഈ ഫീൽഡ് ഔട്ട് ആയതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ചു ദിവസം മുമ്പ് ഉറങ്ങുമ്പോ രാത്രി എന്റെ നടുക്കത്തെ മോൻ ഓടി വന്ന് ഞങ്ങളുടെ മുറി തട്ടി, അമ്മേ വാതിൽ തുറക്ക്
വാതിൽ തുറക്കും, ഓടി വാ, റൂമിലോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അവന്റെ റൂമിൽ പോയി ലൈറ്റ് ഇട്ടപ്പം അച്ഛാ പേടിച്ചപ്പം വിറച്ചിട്ട് എന്നോട് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യ്. അച്ഛാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്റെ കൂടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിന്നപ്പം ഒരു പച്ച ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോ ഒരു മിന്നാമിനും ഇവന്റെ മുറി കൂടെ ഇങ്ങനെ പറകാണ്. ഞാൻ ഒരു അതിശയോക്തി ഇല്ലാണ്ട് പറഞ്ഞു, ഇവന് 10 വയസ്സായി ഇവന്. കാരണം എറണാകുളത്ത് താമസിക്കുന്നത്, തൃപ്പൂണിത്തുറ താമസിക്കുന്നുണ്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഇവന് മിന്നാമിനിങ്ങനെ അറിയാൻ പാടില്ലേ എന്ന് ചോദിച്ച ശേഷമാണ് ഞാൻ ആലോചിച്ച് ഞാനൊരു മിന്നാമിനിനെ കണ്ടിട്ട് എത്ര നാളായെന്ന്. 5-6 കൊല്ലം മിനിമം. നമ്മളിപ്പോ പെട്ടെന്ന് പറയുമ്പം അത്ഭുതമൊക്കെ പറയെങ്കിലും ഇവനൊരു 5 വയസ്സ് വരെ ഇവന് ബോധ്യങ്ങളില്ല. ഇവൻ ബോധ്യം വന്നതിന് ശേഷം ഇവനൊരു മിന്നാമിനിങ്ങനെ കണ്ടിട്ടില്ല. അപ്പോഴാ ഞാൻ ആലോചിച്ചത് ഞാൻ തന്നെ ഇതിനെ കണ്ടിട്ട് 5 കൊല്ലമായി എന്ന്. സത്യം. മിന്നാമിനിങ്ങൊക്കെ ഫീൽഡ് ഔട്ട് ആയ വിവരം സ്നേഹേഷിന്റെ ബനിയൻ കണ്ടപ്പോഴാണ്. എന്റെ വീട്ടുകാരെന്നും കണ്ടോളും. മിന്നാമിനിങ്ങനെ എപ്പോഴാ പച്ച ലൈറ്റ് വരണേ? അല്ല മിന്നാമിനി മഞ്ഞല്ലേ? പച്ച ലൈറ്റ് പച്ച 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 ഈ ഒരു കളർ പച്ച നീ അപ്പൊ കണ്ടിട്ടേ ഇല്ല. മഞ്ഞ ലൈറ്റ് ആയിട്ട് ഏത് മിന്നാമിനിങ്ങ വന്നത്? ഞാൻ കണ്ടത് മിന്നാമിനിങ്ങല്ലേ? അപ്പൊ നീ മിന്നാമിനിങ് അല്ല അത് കണ്ടിരിക്കുന്നത്. നീ കുണ്ടിയിൽ ലൈറ്റ് ഉള്ള വേറെ ഏതോ ഒരു ജീവിനെ കണ്ടേക്കുന്നത്. അത് മഞ്ഞ ലൈറ്റ് ആണെങ്കിൽ അല്ലേ? അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ സാർ. നിങ്ങൾ അത് പറഞ്ഞപ്പോ എല്ലാരും കൂടെ ഇത്രയും ചിരിക്കാൻ പാടില്ല. മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ 100 കൊല്ലം ആവാറായി മലയാള സിനിമ ഏതാണ്ട് ആ ചരിത്രത്തിൽ ഫുൾ സ്ക്രീൻ ഒറ്റ ക്ലോസ് ചന്തി കാണിച്ച ഒരേ ഒരാളെ ഒരു വലിയ മിന്നാമിന്നും കാണിയാൻ. ആ ധൈര്യം സമ്മതിക്കണം. മഴത്തുള്ളി കിലുക്കെന്ന് പറഞ്ഞ പടത്തില് കുതിര വലിച്ചോണ്ട് പോയി ഒരഞ്ഞു പോയി കഴിഞ്ഞ് ഒരു സെക്കൻഡ് ആ ഷോട്ട് ഉള്ളെങ്കിലും ഒറിജിനലാ അല്ലേ? ഒറിജിനല് 916 ചേട്ടാ ഈ ഒരു പവർ തന്നെ നമുക്ക് പെർഫോം ചെയ്താലോ? നമുക്ക് പടയ്ക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. രമേശ് ചേട്ടാ, എന്തോ? ഞാനേ നമ്മുടെ ഈ സ്റ്റാൻഡപ്പ് ഷോയുടെ ഓഡിഷൻ വന്നപ്പോ ഭയങ്കര കോൺഫിഡൻസിൽ വന്നേ. പക്ഷെ ഹോളിലെത്തി ഓരോരുത്തർ ഇങ്ങനെ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ടെൻഷനായി. അപ്പൊ ഞാൻ നേരെ വാഷ്റൂമിൽ പോയി. അപ്പൊ നോക്കിയപ്പോ 2 ചേട്ടന്മാര് വേറെന്തോ കാര്യത്തിന് വന്നാ. അവരിങ്ങനെ ജനലേക്കൂടെ ഹോളിലേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കിയിട്ട് ഒരാൾ ചോദിക്കാ, ഡാ അവിടെ നിന്നിട്ട് പരിപാടി നടക്കണേ. അപ്പൊ ഇത് സ്റ്റാൻഡപ്പ് ഷോയുടെ ഓഡിഷനാന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും മറ്റേ പുള്ളി പറയാ, അത് കണ്ടാർന്നോടാ ഏതോ വലിയ കമ്പനിയുടെ മോട്ടിവേഷൻ ക്ലാസ്സാ, ആ സാറിന്ന് സംസാരിക്കണ നോക്കില്ല. ഞാൻ നോക്കിയപ്പോ ഇവിടെ മുകേഷ് ഓയന്മാർ വലിയ മീശയും വെച്ചിന്ന് സ്റ്റാൻഡപ്പ് ചെയ്യാ. ഞാനപ്പോ ഒന്നും ചെയ്തില്ല. അവിടെ ഇരിക്കണ ആ മോപ്പ് എടുത്തിട്ട് ആ ഹോട്ടലിന്റെ വരാന്ത അങ്ങോട്ട് തുടച്ച്. കാരണം ഇത് സ്റ്റാൻഡപ്പിന്റെ ഓഡിഷനാണെന്നും ഞാനതിൽ പങ്കെടുക്കാൻ വന്നെന്ന് അവരറിയണ്ട. ഡെയിലി വേജസിന് തറ തുടയ്ക്കാൻ വന്നൊരു പാവം പയ്യൻ, അങ്ങനെ കണ്ടാ മതി. അപ്പോ ഞാൻ പറയാമെന്ന് വെച്ചാ ബേബി സാറേ, ഈ പെർഫോമൻസ് താഴെ പോണിയ ഈ ഫ്ലോർ ഞാൻ തന്നെ തുടങ്ങി. അത് കോരിക്കൊണ്ടോളാൻ. അപ്പോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സ്നേഹേഷ്, ഒരു ചാലക്കുടിക്കാരനാട്ടാ. അവിടെ തൃശ്ശൂരായിരിക്കണേ പടക്കൊരു കൈയടിച്ചു. എന്തിനേതിലും തടസ്സം കണ്ടെത്തുന്നവരാണ് നമ്മള് മലയാളികള്. ഇപ്പൊ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടില്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ തടസ്സം അവിടെ തുടങ്ങും, ഇല്ലേ ചേട്ടാ? പക്ഷെ ചിലവര് കട്ടൻ ചായയിൽ നിൽക്കില്ല. ബീഡി, സിഗരറ്റ്, ഹാൻഡ്സ്, പാൻപരാക്കൊക്കെ വേണം. അതായത് ഇവയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ വയറുമായി ഉണ്ടാകുന്ന സംവേദന പ്രക്രിയയിലൂടെ തടസ്സം നീക്കപ്പെടുമെന്നാണ് സയന്റിഫിക്കായി തെളിയിക്കപ്പെട്ടുള്ളത്. പക്ഷേ ഈ ന്യൂസ് പേപ്പറും കൊണ്ട് ബാത്റൂമിൽ പോകുമ്പോ അവിടെ എന്ത് രാസപ്രവർത്തനം നടക്കണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ അമ്മാവനൊക്കെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് ഉറക്ക വായിക്കണേക്കാം. ഉക്രൈനിൽ വൻ സ്ഫോടനം, രാജ്യത്തെങ്ങും പൊട്ടിത്തെറി, ട്രംപിന് വിജയം, ആശ്വാസം എന്നൊക്കെ. അതായത് പുള്ളിക്ക് പത്രമില്ലാണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ ആളും കൂടി ബാംഗ്ലൂർ പോയി. അപ്പൊ ട്രെയിനിലാണ് പോണേ. അപ്പൊ ആളോടാ എനിക്ക് പത്രമില്ലാണ്ട് കാര്യം നടക്കില്ലട്ടാ. അപ്പൊ ഞാൻ ആ ബോഗിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് ഒരു കന്നഡ പത്രം കൊണ്ടു കൊടുത്തു. പുള്ളി അതും കൊണ്ട് നേരെ ഓടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാ, മോനെ മലയാളത്തെക്കാളും നല്ലത് കന്നഡാടാ, ഇതാകുമ്പോ ഒരു ഒഴുക്കുണ്ട്. എന്ത് അല്ലെങ്കിലും സലിമേട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ, ബീഡി, സിഗരറ്റ്, ന്യൂസ് പേപ്പർ, ഇതെന്തൊന്ന് പെട്ടിക്കടയാ നമ്മൾ നടത്തണേ? പിന്നെ ഈ തടസ്സം എന്ന് പറഞ്ഞ വാക്ക് അതിന് പകരം നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കും, വിഘ്നം. എന്താണ് എന്ന് പറഞ്ഞേ? വിഘ്നം. അങ്ങനെയല്ല, അത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ടോൺ ശ്രദ്ധിക്കണം. വിഘ്നാണ്, ഈ സാധനം വന്നാലേ തേക്കുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടൊക്കെ വിഘ്നം ഉണ്ടാകുക? കരിമ്പൂച്ച,
അതുപോലെ മഴു, കോടാലി, ചൂലൊക്കെയാണ്. പക്ഷെ വിദേശത്തൊക്കെ ആണെങ്കിൽ വലിയ വൈറസുകളായിരിക്കും. അവരെങ്ങനെ ഇത് സൊല്യൂഷൻ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 സയന്റിസ്റ്റ് വട്ടം കൂടി ഇരുന്നിട്ട് ഗ്ലൗസ് ഇടും, മാസ്ക് വെക്കും, ബൂട്ട് ഇടും, എന്നിട്ട് ഡിസ്കഷൻ ഇടും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഡിസ്കഷൻ. നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഷർട്ട് പോലും ഇടില്ല. ഒരു ചോക്ക് എടുക്കുന്നു, പലകയാകുമ്പോൾ 4 വര വരയ്ക്കുന്നു, ഷൂന്ന് ചെയ്തു, 2 കവിടി വയ്ക്കുന്നു, എന്നിട്ട് മുടിന്റെ എക്സ്പ്രഷനാണ്. ലഗ്നത്തിൽ വിഘ്നവും വിഘ്നത്തിൽ ലഗ്നവും ഉക്കത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സെറ്റ് ആവുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വിഘ്നം തീർക്കുക. അവരെങ്ങനെയാ വലിയ മിഷൻസ് ഉപയോഗിക്കും. നമുക്കതിന്റെ ആവശ്യമില്ല. ഇത്തിരി മഞ്ഞപ്പൊടി, 2 ചെറുനാരങ്ങ, അതുപോലെ തന്നെ തേങ്ങയുടെ 2 കഷ്ണം, ഒരു പത്രം ഇറങ്ങിയുണ്ട്, അത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ വിഘ്നൊക്കെ തീർക്കുന്നു പറയുന്നത്. പിന്നെ ഈ വിഘ്നം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് എന്റെ വീടിന്റെ സെപ്റ്റ് ടാങ്കിന്റെ പൈപ്പിൽ വിഘ്നാണ് എന്ന് നമ്മൾ പറയില്ലല്ലോ. നമ്മൾ പറയും ബ്ലോക്കാന്ന് പറയും. എന്റെ റോട്ടിലിറങ്ങി കഴിഞ്ഞാൽ എന്തോരം ബ്ലോക്കാ. ഇപ്പൊ എത്ര മേൽപ്പാലങ്ങളുടെ പണി അവിടെ നടക്കണേ. അപ്പൊ ഞാനൊക്കെ ആണെങ്കിലേ എന്റെ വീടിന്റെ അവിടുന്ന് ഹൈവേക്ക് കിടക്കുമ്പോ തന്നെ ഒരു 10 പോലീസുകാർ നിന്നിട്ട് ഈ ബ്ലോക്ക് എടുക്കണ്ടാവും. അത് പറയുന്നേ അങ്ങനെ പോണേ എന്നിട്ട് തിരക്ക് ഇതിൽ പൊക്കട്ടാ അവിടെ ഇരുന്നേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വിഘ്നം തീർക്കണ്ടാവും. ഈ ബ്ലോക്കൊക്കെ തീർത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോ 4 ബംഗാളികൾ നിന്നിട്ട് ഈ പാലം പണിയുണ്ട്, വലിയ പാലം. ഞാൻ നോക്കുമ്പോ ഒരു JCB ഉണ്ട്, 2 തൂമ്പിയുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും രമേശേട്ടാ, ഈ 10 പോലീസുകാർ 6 പോലീസുകാർ ഈ ബംഗാളിനെ പെട്ടിട്ട് 10 പോലങ്കാളികളെ കൊണ്ട് ഈ പണി തീർക്കണിയാ. ഇതെന്നേ തീർന്നേനെ. പക്ഷെ നമ്മൾ ചെയ്യില്ല, കാരണം ഇവിടെ സിസ്റ്റം ശരിയല്ല. ഈ ബ്ലോക്കിൽ കൂടെയാണ് ഒരു ദിവസം ഞാൻ പെണ്ണാണാൻ പോണേ. അപ്പൊ ഞാൻ അമ്മാവനോട് പറഞ്ഞു, അമ്മാവാ എത്തുമ്പോ വൈകി പോവും, നമുക്ക് നേരത്തെ പോവാം, രാഘുകാലം കഴിയാണ്ട് ഒരു അടിങ്ങിടുങ്ങ് വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാഘുകാലം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടെ എത്തിപ്പോ വൈകി. പെണ്ണിന്റെ അമ്മാവൻ ചുട്ട കലിപ്പ്, നിങ്ങളോട് സമയത്തിന് വരാൻ പറഞ്ഞല്ലോ, എന്താ വൈകി പോയേ? ഞാൻ പറഞ്ഞു ബ്ലോക്കാണ്, പെണ്ണിനെ വിളിക്കൊന്ന് കാണട്ടെ. പറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു അമ്മാവൻ എന്തായാലും വൈകി പോയില്ലേ, എന്ത് വിശ്വസിച്ചിട്ട് മോളെ നിനക്ക് കെട്ടിച്ചേരാന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും പെണ്ണിനെ വിളിക്ക്, അപ്പ കള്ളക്കളവൻ പറയാ. അതിന് എന്നോട് സമയത്ത് വരാൻ പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് അവള് വേറൊരുത്തനോട് പോയുള്ളൂ, 10 മിനിറ്റ് മുമ്പ് നീ വന്നിരിക്കാൻ നിന്റെ തല കെട്ടി വെച്ചിരുന്നു. ഞാനേ ഈ ആലോചന കൊണ്ടുവന്ന് എന്നെ അമ്മാവനെ ഇങ്ങനെ നോക്കി. മനുഷ്യനോട് അപ്പളെ ഞാൻ പറഞ്ഞ 10 മിനിറ്റ് മുമ്പ് ഇറങ്ങാന്ന്. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെനിക്ക് മിസ്സാവായിരുന്നു. അതായത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞിട്ടില്ല, ബിരിയാണി ചിക്കൻ വേണം, അല്ലെങ്കിൽ എന്താ മുട്ട വേണം, സർലാസ് വേണം, സലാഡ് വേണമെന്നൊന്നുമില്ല. ഉപ്പിട്ടിട്ട് ആ അരി ഇത്തിരി വേവിച്ചിട്ട് കൈ കിട്ടിയാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥയോടെയാണ് ഇപ്പൊ ഞാൻ പോണത്. പിന്നെ ഈ റോട്ടിൽ മാത്രമാണല്ലോ ബ്ലോക്ക്. ഇപ്പൊ ഇന്റർനെറ്റിൽ എന്തുട്ടാ ബ്ലോക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് ദാ ചേട്ടനോട് ഞാൻ ചോദിക്കുന്നു, ചേട്ടാ പേര് എന്തിട്ടാ? അപ്പൊ ആള് പേര് പറയും, വീട് എവിടെയാ അത് പറയും, എന്താ കഴിച്ചെന്ന് നോക്കും. തൊട്ടപ്പുറത്തിന്റെ പെങ്കൊച്ചിന്റെ അടുത്ത് ഏത് ഡ്രസ് ഇട്ടിരിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ പെരുമാറും. അപ്പൊ ഞാൻ സാമൂഹ്യ വിരുദ്ധനായി, എന്നെ അവിടെയും പിടിച്ച് ബ്ലോക്ക് ചെയ്യും. ഒരു അക്ഷയ ചെന്ന് ചോദിക്കാം. ആ അക്ഷയ സെന്ററിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുന്നു, ചേച്ചി വരുമാന സെക്യൂരിറ്റി, സൈറ്റ് ബ്ലോക്കടാ. അതുപോലെ തന്നെ നമ്മൾ ആധാരത്തിന്റെ അധികാരി, സൈറ്റ് ബ്ലോക്കടാ എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടാ ഇത് ഇവർ വെറുതെ ഇങ്ങനെ പറയുന്നതാന്നാ. പക്ഷെ അതിലൊരു സത്യമുണ്ട്. കാരണം രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞാൻ പല വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിയാൻ പോകാറുണ്ട്. അപ്പൊ ഈ സൈറ്റിന്റെ ബ്ലോക്ക് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് ഏഷ്യൻ വൻകരയിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകൾ വഴി ഉത്തര കൊറിയയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും എനിക്കിത് അനുഭവപ്പെടാം. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് മോഡ് അടിച്ച് ഈ സാധനം തിരിച്ചു കൊണ്ടുവരും. പക്ഷെ കണ്ടിന്യൂറ്റി മിസ്സാവും, അതൊരു കുഴപ്പം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിലുണ്ടാവുന്ന മറ്റൊരു ബ്ലോക്കാണ് ജിപേ. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോരാം. പക്ഷെ ഇപ്പൊ മമ്മൂക്ക സമ്മതിക്കില്ല. 5 രൂപ ഉണ്ടെങ്കിൽ 5 രൂപയുടെ കണക്ക് പുള്ളി പറയും, 5 രൂപ ക്രെഡിറ്റ് ആയിണ്ടേ നന്ദിയുണ്ടേ എന്ന് പറയും. എന്റെ രമേശ് ചേട്ടാ, ഇത് നമ്മുടെ ആക്ടർ മറ്റേ ലാൽ സാറാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ, ഒരു 1450 രൂപ ഞാൻ ഇട്ട് കൊടുത്തു വിചാരിക്കാം. എങ്ങനെ ക്രെഡിറ്റ് ആയുണ്ട് എന്തുട്ട് ഒന്നുകൂടി റിവാൻഡ് അടിക്കോ? ക്രെഡിറ്റ് ആയിട്ട് ആർക്ക് ഇട്ട് കൊടുത്തു, എപ്പ കൊടുത്തു, എത്ര കൊടുത്തു ഒന്നും നമുക്കൊരു പിടുത്തുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് ബാങ്കിൽ പോയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തിരിച്ചു കൊണ്ടുപോയി കടക്കാരന് കാണിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോ എന്റെ കണ്ടന്റ് കിട്ടാൻ ഞാൻ പറഞ്ഞേ തടസ്സം. ഇതാണ് എന്റെ കുഴപ്പം. ഇനിയും ഈ തടസ്സത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. പക്ഷെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതെന്റെ ഗ്രോത്തിന് തടസ്സമാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. തടസ്സമില്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സ്നേഹേഷ്, ഒരു ചാലക്കുടിക്കാരനാട്ടാ. എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ തടസ്സം എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഫോർ എക്സാമ്പിൾ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോഴോ ഒരു പൂച്ച കുറുക്ക് ചാടിയാൽ അയ്യോ എന്തോ തടസ്സമുണ്ട്, ഈ കാര്യം നടക്കത്തില്ല. ഒരാൾ മുറ്റം തൂത്തോണ്ടിരിക്കുകയാണെങ്കിൽ പണ്ട് ആ ചേച്ചിയുടെ കയ്യിൽ ചൂല് കണ്ടു, ഈ കാര്യം നടക്കത്തില്ല. സത്യമല്ലേ? സത്യമല്ലേ രമേശ് ചേട്ടാ? സത്യമല്ലെന്ന് ചോദിച്ചാൽ സത്യമാണോന്ന് അറിയത്തില്ല, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. സ്നേഹേഷ് ചേട്ടന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു രമേശ് ചേട്ടാ? അത് പറഞ്ഞ പോലെ നല്ല പ്രകടനമായിരുന്നു. അവൻ എപ്പോഴും പഠിച്ച്
പണിയെടുത്ത് വരുന്ന ഒരാളാണ്. അതിനിപ്പോ ഇത്തിരി ഇന്റർനെറ്റും പരിപാടികൾ ആ പ്രദേശത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ സ്നേഹം അങ്ങനൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ചാലക്കുടിയിലെ ബ്ലോക്ക് ഹൈവേ പണിയൊക്കെ മാറ്റി നിർത്തി ആ പ്രദേശത്ത് ഒന്ന് കിടന്ന് കറങ്ങിയിരുന്നു. എങ്കിലും സ്നേഹേഷ് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് വന്ന് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന നല്ല ഒരാളാണ്. കോൺഫിഡന്റ് ആയിട്ടാ സംസാരിച്ചതൊക്കെ. പിന്നെ അവന്റെ നിപ്പൊക്കെ ഇപ്പൊ മാറി. പണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു, അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. സ്നേഹേഷ് നല്ലൊരു മേളക്കാരനാണ്. സ്നേഹേഷ് ഒരു ചെണ്ട ടീമിലുണ്ട്. സ്നേഹേഷ് നല്ലതായിട്ട് മേളം വായിക്കുന്ന ആളാണ്. ശരി ശരി, ഒരു ദിവസം ഇവിടെ അതൊന്ന് പെർഫോം ചെയ്ത് കാണിക്കണം കേട്ടോ. അതിന്റെ പൈസയൊക്കെ ആര് കൊടുക്കും? ഭയങ്കര ക്രിസ്പായിരുന്നു, നല്ല പക്ക ഒരു പെർഫോമൻസ് ആയിരുന്നേ. അതെ. കൊറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു, എല്ലാ ബ്ലോക്കിലും ചിരിക്കാനുണ്ടായിരുന്നു. അടിപൊളി. താങ്ക് യു. അതെന്തായാലും നന്നായിരുന്നു. സ്നേഹത്തിന്റെ പ്രകടനം വളരെ ഗംഭീരമാണ്. ഇനിയും അങ്ങനെ തന്നെ പോവുക കേട്ടാ. ഓക്കെ. പ്രേഷ് അയ്യോ സ്നേഹിഷ് ആ പറഞ്ഞ സാധനം ഇത് എല്ലാം ഒന്ന് സലിമേടാ, അതാണ് ഒരു പ്രശ്നം. ഇതൊരു പ്രേമം സെറ്റ് ആയിട്ടില്ലേ? അതെ. എന്നാ ഇന്നത്തോടു കൂടി തുടങ്ങട്ടെ. അതെ. അപ്പൊ നിന്റെ ഇന്റർനെറ്റ് കോമഡി ഒക്കെ നന്നായിരുന്നു. നീ ഇന്റർനെറ്റിൽ കുറച്ച് പിടുത്തോളേ. ആ ഇന്റർനെറ്റ് വഴി ഒന്ന് കയറി ഇറങ്ങിപ്പോയി. കയറി ഇറങ്ങിപ്പോയി. അത് നന്നായിരുന്നു. എല്ലാ സംഭവങ്ങളും മനോഹരമായിരുന്നു. അവതരണത്തിൽ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞെങ്കിലും അതിനൊരു ആധികാരികത ഉണ്ടായിരുന്നു. അതെ അല്ലേ? ആധികാരികത ഉണ്ടായിരുന്നു. അതെ. ഞാൻ കുറെ സാധനം നെഗറ്റീവായിട്ട് പറയും, അത് പോസിറ്റീവായിട്ട് എടുത്ത് തോന്നി. ആ കേട്ടാ, ശരി. നമുക്കും വേണ്ട ഒരു രസം. ആ നിങ്ങൾക്ക് ഓർമ്മ പോരല്ലോ രസം. ഒരു സുഖം. അതെ, ഒരു സുഖം. നന്നായിരുന്നു സ്നേഹേഷ് കേട്ടോ. സ്നേഹിച്ചേട്ടാ, നമുക്ക് വീണ്ടും കാണാം. മാഡം, ആ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാറിനോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ സാറിനെ അല്ലേ വിളിക്കേണ്ട, അല്ലാതെ എന്നെ ഒന്ന് മാഡം എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താ കാര്യം? സാറെ, മാനേജർ ചക്രവാണി സാറിനെ കാണാനായിട്ട് പുറത്തു വന്ന് നിൽപ്പുണ്ട്. എന്നെ കാണാനോ? അവന് വീടിന്റെ അകത്ത് കയറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അവൻ കാരണം എന്തോരം നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായത്. ഡോറ് തകർന്നു, 5 ലക്ഷം രൂപ ടിക്കറ്റിന് കൊടുത്ത പൈസ പോയി, ടൂറ് പോയി. സത്യം അവനാണോ പിന്നെ വീട്ടിൽ കയറണത്? വേണ്ട. ആർക്കാണെങ്കിലും ഒരു തെറ്റ് പറ്റില്ല സാറേ. എല്ലാവർക്കും പറ്റും, പക്ഷെ ഈ ഭാഗത്തെറ്റൊന്നും ഞാൻ സഹിക്കൂല. അദ്ദേഹത്തിന് ഒരുപാട് വിഷമം ഉണ്ട് കാര്യത്തില്. നല്ല കുറ്റബോധമുണ്ട്, കുറെ കരയും പശ്ചാത്തപിച്ചൊക്കെയാണ് വന്ന് നിക്കണത്. ആ ഒയ്യോ, ഒന്ന് ചേട്ടാ കരയുന്നൊന്ന് ചേട്ടാ. നമ്മള് മനുഷ്യത്തുള്ള ആൾക്കാരല്ലേ. നമ്മൾ ഈ മനുഷ്യത്വം കാണിച്ചിട്ട് നമുക്കിട്ട് കിട്ടിയ പണി കണ്ടില്ലേ? പോട്ടെ, സാരമില്ല. എന്റെ ചേട്ടൻ ലോല ഹൃദയനാണെന്ന് എനിക്കറിയാലോ. എന്താ പറയാനുള്ളതെന്ന് വിളിച്ച് കേട്ടിട്ട് വിട്ടേ. വരാൻ പറ. വരാമ്മ. ചക്രം സാർ. ചേട്ടാ, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി. അവന് മനസ്സിലായി, അവന്റെ ഭാഗത്തുനിന്നാണ് തെറ്റെന്നുള്ളത് മനസ്സിലായി. ഇപ്പഴാണ് മനസ്സിലായത്. അപ്പുറം മുടങ്ങി കാശും പോയി എല്ലാം കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി അവന്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലായി. ഇല്ല സാറേ, ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തണമെന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു. ഞാൻ കാരണം നിങ്ങളുടെ ടൂർ പരിപാടിയൊക്കെ മുടങ്ങി. പക്ഷെ ഞാൻ അതിന്റെ പ്രായശ്ചിത്തം ചെയ്യാണ് സാർ. എന്തോ പ്രായശ്ചിത്തം? എന്നാ സാറേ, ദുബായ് കാണാനുള്ള 2 ടിക്കറ്റാ. ദുബായിയാ? അതെ. ദുബായ് ഇഷ്ടമാണോ ചേട്ടാ? ബുർജ് ഖലീഫ. അപ്പോഴും 2 ടിക്കറ്റ്. സത്യത്തില് എനിക്കാണ് തെറ്റുപറ്റിയത്. ഞാൻ ചക്രവാണിനെ മനസ്സിലാക്കണമായിരുന്നു. കാരണം ചക്രവാണി മനഃപൂർവ്വം ചെയ്തൊരു തെറ്റല്ലല്ലോ അത്. അറിയാതെ നമ്മൾ കൊടുത്തു. പിന്നെ അമ്മാവന്റെ മരണമൊക്കെ ഇട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ വരികയും ചെയ്തു. അതെ. ഫ്ലൈറ്റ് പോയത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചക്രവാണി ഇത്രയും നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് ഞാൻ ആലോചിച്ചില്ല. ഇത് ടിക്കറ്റ് കൊള്ളാം. എന്തായാലും ചക്രവാണി ഞാൻ സസ്പെൻഡ് ചെയ്തത് ഞാൻ മാറ്റിക്കോളാം കേട്ടോ. നാളെ തുടങ്ങി ജോയിൻ ചെയ്തോളൂ. എന്നാണ് ഡേറ്റ്? 18-ാം തീയതി. മമ്മൂട്ടി ജോഷി. മമ്മൂട്ടി ജോഷി? ആ, മമ്മൂട്ടി ജോഷി ടീമിന്റെ ദുബായ് റിലീസ് 4K. ഡോൾബി. വിന്നർ ആരാന്നറിയാനുള്ള സമയമായി. 2 പേരെയും ഫ്ലോറിലോട്ട് വിളിക്കാം. മുകേഷ് ആൻഡ് സ്നേഹേഷ്. ഇന്നത്തെ വിന്നേഴ്സ് ആരാണ് എന്നറിയുന്നതിന് മുന്നേ മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഇന്ന്
ഞാനൊരു ചൈനീസ് നാടോടി കഥയിലുള്ള കേട്ട ഒരു കാര്യം പറയാണ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു ചൈനയിലുള്ള ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ പറമ്പിൽ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറെ കഴുതകളുണ്ട്. കഴുതകളെയും കൊണ്ടൊക്കെ മേച്ചും ഉഴുതുമൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഒരു ദിവസം കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിൽ നിന്നും തിളക്കമുള്ള എന്തോ ഒരു സാധനം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് അതിന്റെ നല്ല തിളക്കവും കൗതുകവും ഒക്കെ കണ്ട് അദ്ദേഹം അത് ഒരു കൊരുക്കിൽ കോർത്തിട്ട് അത് തന്റെ ഒരു കഴുതയുടെ കഴുത്തിൽ തൂക്കിയിട്ടു. അതിനെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ തെരുവിലൂടെയൊക്കെ പോകുമ്പം ഒരാള് കഴുതയുടെ കഴുത്തിൽ ഇങ്ങനെ ഈ തിളക്കമുള്ള സാധനം കണ്ടിട്ട് ഒരു വ്യാപാരി ഈ കൃഷിക്കാരനോട് ചോദിച്ചു, അത് നല്ല രസമുണ്ട് ഈ തിളക്കമുള്ള കാണാൻ, അത് എനിക്ക് തരാമോ? ഇതെന്താണ് സാധനം? അതെനിക്കറിയില്ല, ഇതെനിക്ക് കിടന്നു കിട്ടിയ തിളക്കമുള്ളൊരു കല്ലാണ് എന്ന് പറഞ്ഞു. അപ്പൊ വ്യാപാരി ചോദിച്ചു, അത് എനിക്ക് തരാമോ? ഞാനൊരു 10-20 രൂപ നിങ്ങൾക്ക് തരാം. അയാൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, 20 രൂപ എനിക്ക് വെറുതെ കിട്ടിയ സാധനമാണ്, എടുത്തോളാൻ പറഞ്ഞു. ആ വ്യാപാരി അത് 20 രൂപയ്ക്ക് മേടിച്ച് അയാളുടെ കടയിൽ കാണാവുന്ന ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കിയിട്ടു. കുറെ നാളുകൾക്ക് ശേഷം മറ്റൊരു ബിസിനസ്സുകാരൻ ഇയാളുടെ കടയിൽ വന്നപ്പം ഈ തിളക്കമുള്ള സംഭവം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, ഇത് എന്താണ് വെച്ചപ്പോ ആ വ്യാപാരി പറഞ്ഞു, എനിക്കിതൊരു കർഷകൻ കൊണ്ട് തന്നതാണ്, ഞാൻ മേടിച്ചതാണ്, 20 രൂപയ്ക്ക് മേടിച്ചൊരു സാധനമാണ്, നല്ല തിളക്കമുള്ള ഒരു കല്ലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ വന്ന ആള് കടക്കാരനോട് ചോദിച്ചു, നിങ്ങളത് വിൽക്കുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ വിൽക്കാം, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു 100 രൂപ തന്നാൽ ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞപ്പോ വ്യാപാരി പറഞ്ഞു, ഇല്ല, അതെനിക്കൊരു 80 രൂപയ്ക്ക് തരണം. പറഞ്ഞു, ഇല്ല, 100 രൂപയ്ക്കാണെങ്കിലേ ഞാൻ കൊടുക്കുള്ളൂ. ഇവര് കുറച്ചു നേരം വില വീശി. അവരുടെ വില പേശൽ കഴിഞ്ഞിട്ട് ഇയാള് പറഞ്ഞു, എനിക്കിത് 80 രൂപയ്ക്കാണെങ്കിലും മതി, അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹം പോയത് ഇയാൾ തിരിച്ചു വിളിക്കും, കാരണം അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അയാള് 80 രൂപയ്ക്ക് ഇത് തരും എന്ന പ്രതീക്ഷയോടുകൂടി അയാൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു യാത്രക്കാരൻ അവിടെ വരികയും ഈ കടയിൽ ഈ കല്ല് കാണുകയും ചെയ്തു. അയാള് ചോദിച്ചു, എന്താണ് ഇതിന്റെ വില? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിത് 100 രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ആ വന്നയാള് അപ്പൊ തന്നെ ആ 100 രൂപയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് മറ്റൊരിടത്ത് കൊടുത്തു. അതിന് ഒരുപാട് വില കിട്ടി. ഞങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ അതൊരു വലിയ ഡയമണ്ടിന്റെ പീസായിരുന്നു. അതിന് ഒരുപാട് പൈസ കിട്ടി. അപ്പോൾ ഈ ആദ്യം വന്ന ആള് വീണ്ടും ഈ കടയിലേക്ക് ഓടി വരികയും അയാൾ നോക്കിയപ്പോൾ അത് അവിടെ ഇല്ല. അപ്പൊ ചോദിച്ചു, ഇത് എവിടെ പോയി ഈ സാധനം എന്ന് ചോദിച്ചപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു, അത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ 100 രൂപയ്ക്ക് കൊടുക്കാം, നിങ്ങളപ്പോ 80 രൂപയ്ക്ക് വേണോന്ന് പറഞ്ഞു. വേറൊരാൾ വന്ന് അത് 100 രൂപയ്ക്ക് മേടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞത് ഇത് കേട്ടത് ഇയാൾ ആകെ അസ്വസ്ഥനായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടനാണ്, നിങ്ങളൊരു മഠയനാണ്. കാരണം അത് നിങ്ങൾ വിചാരിച്ച പോലെ 80-100 രൂപയുടെ സാധനമൊന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഡയമണ്ടിന്റെ കല്ലായിരുന്നു. അത് നീ 100 രൂപയ്ക്ക് കൊടുത്തു കളഞ്ഞല്ലോടാ മണ്ട എന്ന് പറഞ്ഞ് ഇയാളെ കുറെ ചീത്ത വിളിച്ചപ്പം ഇയാൾ പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞപ്പോൾ മാത്രമാണ് അത് ഇത്രയും വിലയുള്ള ഒരു ഡയമണ്ട് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴേ അറിയാമായിരുന്നു ഇത് ഡയമണ്ട് ആണെന്ന്. എന്നിട്ടും ഒരു 20 രൂപയ്ക്ക് വേണ്ടി നിങ്ങളത് തർക്കിച്ചു, നിങ്ങളത് മിസ്സാക്കി. എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണത്. നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ അബദ്ധം കാണിച്ചത്. അപ്പൊ നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്താൽ കൂടുതൽ മണ്ടൻ നിങ്ങളാണ് എന്ന് പറഞ്ഞു. ഇതൊരു പറയുന്നൊരു കാര്യം, ചില സന്ദർഭങ്ങളിൽ നമുക്ക് വരുന്ന ചില അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചില കാരണങ്ങൾ കൊണ്ട്, ചെറിയ ചില പരിഭവങ്ങൾ, അയാളെ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ പരിപാടിക്ക് ഇനി ഞാൻ പോവില്ല, അയാളുമായിട്ട് പണ്ട് എനിക്കൊരു തർക്കം ഉണ്ടാവുണ്ട്, ആ വഴിക്ക് ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ചില അവസരങ്ങൾ നമ്മൾ നിഷേധിക്കുന്നതിന് വളരെ നിസ്സാരമായ കാര്യകാരണങ്ങൾ ഉണ്ടാകാം. അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കളഞ്ഞെടുക്കുന്ന അവസരങ്ങൾ ചിലപ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ കാര്യങ്ങളായി മാറാം, അല്ലെങ്കിൽ പിന്നീട് വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് മാറാം. കിട്ടുന്ന ഓരോ അവസരങ്ങളും ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. ഇവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ചെറിയ വഴക്കുകളുടെ പേരിലോ ചെറിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിലോ ഒരിക്കലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്കെല്ലാം കിട്ടുന്ന അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള വേദി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇന്നത്തെ മത്സരത്തിൽ OMR-ഉം സ്നേഹേഷും രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെച്ചു. അല്ലെ സലീമേട്ട? രണ്ടുപേരും വളരെ ഗംഭീരമായിട്ടാണ് പ്രകടനം കാഴ്ചവെച്ചത്. ഒരു കണ്ണൂർ ശൈലി, ഒരു ചാലക്കുടിക്കാരൻ. ശൈലി കൊണ്ട് നമ്മളെ മുകേഷ് ചിരിപ്പിച്ചു, സ്ക്രിപ്റ്റിന്റെ ഒരു ബലം കൊണ്ട് നമ്മളെ സ്നേഹേഷ് ചിരിപ്പിച്ചു. എങ്കിലും മൊത്തത്തിലെ അളന്നു തൂക്കി വരുമ്പോൾ ഇന്നത്തെ പ്രകടനത്തിൽ ഒരു പണത്തൂക്കം മുന്നിൽ നിന്നത് സ്നേഹേഷിന്റെ പ്രകടനമാണ്. 1ാം സ്ഥാനം സ്നേഹേഷിന്, 2ാം സ്ഥാനം OMR-ന്. 1ാം സമ്മാനം രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് സ്നേഹേഷിന്. 2ാം സമ്മാനം മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ഒപ്പം ക്യാമറി ഐസ്ക്രീംസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇനി ചിക്കിങ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ് ഹാമ്പർ.
മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ വൗസേഴ്സ് വൗ മൂമെന്റ്. മിന്നാമിനിങ്ങിന് എപ്പോഴാ പച്ച ലൈറ്റ് വരണേ? അല്ല പിന്നെ പച്ചയിലാണ് ചോപ്പാ മിന്നാമിനി. മഞ്ഞല്ലേ? പച്ച ലൈറ്റ് പച്ച കളർ. പച്ച 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 പച്ചയാണോ? ഈ ഒരു കളർ പച്ച. നീ അപ്പൊ കണ്ടിട്ടേ ഇല്ല മഞ്ഞ ലൈറ്റ് ആയിട്ട് ഏത് മിന്നാമിനിങ്ങ വല്ലത്? അപ്പൊ ഞാൻ കണ്ടത് മിന്നാമിനിങ്ങല്ലേ? അപ്പൊ നീ മിന്നാമിനിങ് അല്ല അത് കണ്ടിരിക്കുന്നത്, നീ കുണ്ടിയിൽ ലൈറ്റ് ഉള്ള വേറെ ഏതോ ഒരു ജീവിനെ കണ്ടേക്കുന്നത്. അത് മഞ്ഞ ലൈറ്റ് ആണെങ്കിൽ അല്ലേ? അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ സാർ. നിങ്ങൾ അത് പറഞ്ഞപ്പോ എല്ലാരും കൂടെ ഇത്രയും ചിരിക്കാൻ പാടില്ല. മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ ഈ 100 കൊല്ലാവാറായി മലയാള സിനിമ ഏതാണ്ട് ആ ചരിത്രത്തിൽ ഫുൾ സ്ക്രീൻ ഒറ്റ ക്ലോസ് ചന്തി കാണിച്ച ഒരേ ഒരാളെ ഒരു വലിയ മിന്നാമിനിങ്ങാണ് ഞാൻ. ആ ധൈര്യം സമ്മതിക്കണം. മഴത്തുള്ളി കിലുക്കെന്ന് പറഞ്ഞ പടത്തില് കുതിര വലിച്ചോണ്ട് പോയി ഒരഞ്ഞു പോയി കഴിഞ്ഞ് ഒരു സെക്കൻഡ് ആ ഷോട്ട് ഉള്ളെങ്കിലും ഒറിജിനലാ അല്ലേ? ഒറിജിനൽ അല്ലേ? ഒറിജിനലി 916 916